യെസ് ഷാജഹാൻ, താങ്കൾക്ക് എതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം, താങ്കൾക്കൊരു അജണ്ടയുണ്ട്, താങ്കൾ ആരുടെയോ അച്ചാരം വാങ്ങി എന്നാണ് നമ്മുടെ BJP പ്രതിനിധി ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. ഞാൻ ഒരാളെ കുറിച്ചിട്ടും അയാൾ അച്ചാരം വാങ്ങി, അയാൾ അജണ്ടയുണ്ടെന്നൊക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞേക്കാം, പക്ഷേ ഈ അച്ചാരം വാങ്ങി എന്നുള്ള തരത്തിലുള്ള ഭാഷകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അത് ഉപയോഗിക്കുന്നവരുടെ സംസ്കാരം, അവരത് ഉപയോഗിച്ചോട്ടെ, അത് ഇനിയും അവർ ഉപയോഗിച്ചോട്ടെ, അതിനെനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്ത് വാദഗതിക്ക് ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യത്തിനും ഈ BJP പ്രതിനിധിക്ക് മറുപടി പറയാതെ BJP പ്രതിനിധി വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ ഒരു പ്രസംഗം ഇവിടെ നടത്തുകയാണ് ചെയ്തത്. അതേസമയം ഞാൻ ഓരോ വിഷയത്തിലും വസ്തുനിഷ്ഠമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് അച്ചാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, അത് പറഞ്ഞോട്ടെ, അതിനകത്ത് പ്രശ്നങ്ങളില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം എനിക്ക് ഈ മാന്യദേഹത്തോട് ചോദിക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ അച്ചാരം വാങ്ങിയെന്നും എനിക്ക് അജണ്ടയുണ്ടെന്നും ഒക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഈ ഷാജി രാഘവനോട്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അതായത് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയ ലാവലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതെനിക്കറിയില്ല, ചിലപ്പം ഷാജി രാഘവൻ കേട്ടിട്ടുണ്ടാവില്ല. അത് 2017 ഒക്ടോബർ 10 ലാവലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ CBI ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പോയത് 2017 ഒക്ടോബർ 10. 18 കഴിഞ്ഞു, 19 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു. 6.5 വർഷക്കാലമായി. 6.5 വർഷക്കാലമായിട്ടും ഈ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ ഒരു തവണയെങ്കിലും CBI സുപ്രീം കോടതിയിൽ എയർലി ഹിയറിംഗ് കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ അച്ചാരം വാങ്ങാത്തയാളും അജണ്ടയില്ലാത്ത ആളുമായിട്ടുള്ള ഷാജി രാഘവൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. 39 തവണയാണ് ലാവലിൻ കേസ് ബെഞ്ചിൽ വന്നിട്ട് മാറ്റിവെച്ചത് ഷാജി രാഘവ. 29 തവണ ആ കേസ് രജിസ്ട്രിയിൽ വന്നിട്ട് മാറിപ്പോയി മിസ്റ്റർ ഷാജി രാഘവൻ. ഒരൊറ്റ തവണയെങ്കിലും ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ ആ ലാവലിൻ കേസിൽ ഒരു എയർലി ഹിയറിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഷാജി രാഘവ ഈ 6.5 വർഷത്തിനിടയിൽ? അതിന് പറയേണ്ട ഭാഷ ഞാൻ പറയില്ല, കാരണം അത് ഷാജി രാഘവനാണ് ആ ഭാഷ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിന് ഒത്തുതീർപ്പെന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ പരം വല്ല തെളിവും ഷാജി രാഘവൻ ഇനി വേണോ? പിന്നെ ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് 12/6/2023 ഷാജി രാഘവൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനൊന്ന് ഒച്ചയെടുത്ത് പറയുന്നത്. 12/6/2023 ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 3 അംഗ ബെഞ്ചിന്റെ ഓർഡർ വന്നത്. ഷാജി രാഘവ എവിടെയായിരുന്നു ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് കഴിഞ്ഞ 7 മാസം? ഏതു മാളത്തിലായിരുന്നു ഷാജി രാഘവ? ഈ SFIO ഇപ്പോഴാണല്ലോ ഈ SFIO ഇപ്പൊ രംഗത്ത് വരുന്നത്. ഇവിടെ ഇത്രയും നാളെ എവിടെയായിരുന്നു? പിണറായി വിജയനെതിരെ തെളിവില്ലാഞ്ഞിട്ടാണോ? ഇഷ്ടംപോലെ തെളിവുകൾ പിണറായി വിജയനെതിരെ ഉണ്ട്. പിണറായി വിജയന്റെ മകൾക്കെതിരെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ഈ തെളിവുകളെല്ലാം ഉണ്ടായിട്ടും പിണറായി വിജയനെ തൊടുന്നില്ല. പിണറായി വിജയൻ അന്വേഷണ ഏജൻസികൾ തൊടുന്നില്ല. പിണറായി വിജയനെ ജയിലിലൊന്നും കയറ്റണ്ട. പിണറായി വിജയനോട് ഒരു 10 ചോദ്യം ചോദിക്കാറുണ്ടല്ലോ ഷാജി രാഘവ. പിണറായി വിജയന്റെ മകളോട് ഒരു 10 ചോദ്യം പിന്നെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് ഷാജി രാഘവ ചോദിക്കാറുണ്ടല്ലോ. 2020 ശേഷം ഒരു ചോദ്യം പിണറായി വിജയനോട് ചോദിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ ഡോളർ കടത്തി എന്നുള്ളതിന് എത്ര മൊഴികൾ വേണം? ഇല്ലെങ്കിൽ ഞാൻ ഷാജി രാഘവന് തരാം. ഒരു തവണയെങ്കിലും ഒരു അന്വേഷണ ഏജൻസി പിണറായി വിജയന്റെ മുഖത്തേക്ക് ഒന്ന് രൂക്ഷമായി നോക്കിയിട്ടെങ്കിലും ഉണ്ടോ ഷാജി രാഘവ? പിന്നെ ഞാൻ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ 1.5 വർഷം ജയിലിലിട്ടു. എന്ത് തെളിവുണ്ട് ഷാജി രാഘവ? ഒന്ന് പറഞ്ഞേ. അരവിന്ദ് കെജ്രിവാളിനെതിരെ എന്ത് തെളിവുണ്ട് ഷാജി രാഘവ? ഒന്ന് പറഞ്ഞേ. 9 മണിക്കൂർ അയാളെ ചോദ്യം ചെയ്തിട്ട് വെറുതെ വിട്ടതല്ലേ? അപ്പൊ അന്വേഷണ ഏജൻസികളെ ഈ ഗവൺമെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതൊക്കെ ഷാജി രാഘവനും KM ഷാജഹാനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഇന്നൊരു ഉന്നതനായ BJP നേതാവ് തന്നെ എന്നോട് ചോദിച്ചെന്താണെന്നറിയാവോ? ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ചെമ്പ് കൊണ്ടുണ്ടാക്കിയതാണോ എന്നും പിണറായി വിജയൻ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്നുമാണ് ഒരു ഉന്നതനായിട്ടുള്ള BJP നേതാവ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പിണറായി വിജയനെ ഒന്നും തൊടാത്തതിൽ ഒരു അജണ്ടയുമില്ല.
പിണറായി വിജയൻ ഒന്നും ചെയ്യാത്തതിൽ ഒരു അച്ചാരവും വാങ്ങിയിട്ടില്ല. കെ എം ഷാജഹാനാണ് അച്ചാരം വാങ്ങിയിട്ടുള്ളത്. കെ എം ഷാജഹാനാണ് അജണ്ടയുള്ളത്. സഭാഷ് സഭാഷ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ലാവലിൻ കേസ് സംബന്ധിച്ചെങ്കിലും ഒരു മറുപടി ഷാജി രാഘവൻ പോണതിന് മുമ്പേ എനിക്കൊന്ന് തരണം എന്ന് മാത്രമേ എനിക്ക് ഷാജി രാഘവനോട് വിനയാന്വിതമായി എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ല ശ്രീ ഷാജഹാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ BJP CPM അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന ആരോപണം പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷെ താങ്കൾക്ക് അറിയാലോ കാര്യങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത് എന്ന്. അപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നു SFIO ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിൽ എത്രത്തോളം അതിൽ ആധികാരികത ഉണ്ട് എന്നുള്ളതാണ്. അല്ല അനിലെ, ഞാൻ വളരെ മാന്യമായൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാനത് 2 പ്രാവശ്യം പറഞ്ഞു, ഒന്നുകൂടെ എനിക്കത് ആവർത്തിക്കേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ അന്വേഷണങ്ങളെല്ലാം കൊണ്ടുവരണമെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ്റെ മകളെയും പീഡിപ്പിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനതോട്ട് പറയുകയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം 12/6/2023 വന്ന ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ 3-അംഗ ബെഞ്ചിൻ്റെ ജുഡീഷ്യൽ ഓർഡറിനകത്ത് പിണറായി വിജയനും മകളും ചെയ്ത വൃത്തികേടുകളെ കുറിച്ചിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നല്ലോ. അല്ല, പക്ഷേ അതിൽ SFIO അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അനില, ഞാൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അല്ല, ആ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഹൈക്കോടതിയിലോട്ട് പോകുന്നത്. ഇപ്പൊ പോകേണ്ടി വന്നു. പക്ഷേ എന്താണ് എന്റെ തീർത്തോ, ഞാൻ പറയാം. അല്ല, ഞാൻ പറയുന്നത് അതായത് ഈ ED അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം ആവാന്നൊക്കെയുള്ള പരാമർശം ഏതോ ഇതിൽ വന്നിട്ടുണ്ട്. കമ്പനി ഓഫ് രജിസ്ട്രാർ അല്ലേ, ROC അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ SFIO അന്വേഷണം വേണമെന്ന രീതിയിലുള്ളൊരു പരാമർശം ഇതേക്കുറിച്ച് അന്വേഷിച്ച ഈ ROCയുടെ അതുപോലെ ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റിൻ്റെ ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ആ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരാൾ പോകുന്നു അല്ലേ, അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ വാദം കേൾക്കുന്നു. അവിടെയാണ് KSIDCക്ക് വേണ്ടി 25 ലക്ഷം രൂപ കൊടുത്ത് വക്കീലിനെ ഇറക്കുന്നത്. അതുപോലെ CMRLും നല്ല മിടുക്കനായിട്ടുള്ള കാശ് കൂടുതൽ വാങ്ങുന്ന അഭിഭാഷകനെ നിയോഗിച്ച അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായിട്ട് വാദങ്ങളൊക്കെ കേട്ട് അതിൽ പക്ഷേ ഒരുപക്ഷെ മനസ്സിലായി കാണും ഈ ഒരു ഘട്ടത്തിൽ ഇത് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര സർക്കാർ അത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇതിനകത്ത് അതിൽ അസ്വാഭാവികമായിട്ട് എന്താ ഉള്ളത്? അല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് 12/6/2023 ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഓർഡർ വന്നു. ആ ഓർഡറിനകത്ത് ഒരു അന്വേഷണവും നടത്തണമെന്ന് പറയാൻ ആ ജുഡീഷ്യൽ ബോഡിക്ക് അധികാരമില്ല. അവര് ആ ജുഡീഷ്യൽ ഓർഡറിനകത്ത് ചില ഫൈൻഡിങ്സ് അവർ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തായിരുന്നു ഫൈൻഡിങ്സ്? 2 ഫൈൻഡിങ്സ് ആണ് അതിനകത്തുണ്ടായിരുന്നത്. ഒന്ന്, പിണറായി വിജയന് PV എന്ന് പറഞ്ഞ അബ്രീവിയേഷൻ. അതും ഞാൻ ഷാജി രാഘവൻ്റെ അടുത്ത് പറഞ്ഞേക്കാം. അത് ഞാനല്ല, ഒറ്റ മിനിറ്റ്. അതിനകത്ത് PV മാത്രമല്ല, അതിനകത്ത് RC ഉണ്ട്, OC ഉണ്ട്, PKK ഉണ്ട്, പിന്നെ ഇബ്രാഹിം IK ഉണ്ട്. ഒരാളുടെ പേര് മാത്രമാണ് എന്തോ അറിയാത്തത്. അവരെല്ലാവരും അതിനകത്തുണ്ട്. അതൊന്നും പറയാതിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആരുടെ അച്ചാരം മേടിച്ച് ജീവിക്കുന്നവനല്ല. അതിപ്പം നിങ്ങൾ പറയുമ്പോൾ അത് നാട്ടുകാർ കേട്ടിട്ട് അവർ തീരുമാനിച്ചോട്ടെ. അതൊന്നും എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്കൊരു അജണ്ടയില്ല. ഞാൻ കോൺഗ്രസും അല്ല. ഞാൻ കോൺഗ്രസ് ആവാനോട്ടോ ആഗ്രഹിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് അവർ പറഞ്ഞെന്താണ്? PV എന്ന് പറഞ്ഞ ആള് മറ്റ് അബ്രീവേഷൻസുകാരോടൊപ്പം എത്ര മേടിച്ചു, എവിടെ വെച്ചാണ് മേടിച്ചത്, ഓഫീസിൽ വെച്ചാണോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണോ മേടിച്ചത്, ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ മിനിറ്റ്സുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അവരുടെ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുണ്ട്. പേജ് എനിക്ക് 44 45 എന്താണെന്നാണ് എൻ്റെ ഓർമ്മ. 2, അവർ പിണറായി വിജയൻ്റെ മകളെ കുറിച്ച് പറഞ്ഞെന്താണ്? ഒരു നയാ പൈസയുടെ പോലും സേവനം ചെയ്യാതെ 2017 മുതൽ 2020 വരെ ഓരോ മാസം എക്സാലോജിക്ക് 3 ലക്ഷം രൂപയും വീണ വിജയൻ 5 ലക്ഷം രൂപയും വെച്ച് ഒരു സേവനവും ചെയ്യാതെ 1,72 ലക്ഷം രൂപ അവർ മേടിച്ചിട്ടുമുണ്ട്. ഇത്രയും 2 കാര്യങ്ങളാണ് ആ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. ആ ജഡ്ജ്മെൻറ്റിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ
പിന്നെ ROC പറയുന്ന പോലെ ഇത് ED യും CBI അന്വേഷിക്കണം ഒരു ജുഡീഷ്യൽ ബോഡിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അതിനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. അവരുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ഫൈൻഡിങ്സ് അവർ പറഞ്ഞു. ആ ഫൈൻഡിങ്സ് പ്രകാരം അന്വേഷണം നടത്താനുള്ള ജൂറിസ്ഡിക്ഷനുള്ള ബോഡിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. അത് പിന്നെ കമ്പനി ആക്ട് 2013 കമ്പനി ആക്ടിലെ അമെൻമെന്റിലെ 211 212 വകുപ്പുകളാണെന്നാണ് എൻ്റെ ബോധ്യം. അപ്പം ഇൻകം ടാക്സ് ഇന്റർൻ സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ ജുഡീഷ്യൽ ഓർഡറിൽ കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള ജൂറിസ്ഡിക്ഷൻ പിന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഷോൺ ജോർജിന് അങ്ങനെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് പോകേണ്ടി വന്നത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആ 12/6/2023 ആ ഉത്തരവ് ഇറങ്ങിയെങ്കിൽ 13/6/2023 ആ ഓർഡർ SFIയുടെ അന്വേഷണത്തിന് കേന്ദ്ര ഗവൺമെന്റിന് വിട്ടുകൂടായിരുന്നോ? അല്ല ഷാജഹാൻ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഷോൺ ജോർജ് പോയില്ലെങ്കിലും ഈ അന്വേഷണം വരും എന്നെന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടായിരുന്നു? മാത്രമല്ല, പറയുന്നത് പോലെ ഇതൊരു ടൈം ലിമിറ്റിൽ തന്നെ വേണം. പ്രാഥമികമായിട്ട് ഒരു പക്ഷേ അവർ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കണ്ടെത്തലുകൾ കൂടി അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പക്ഷേ ഇത് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു കേസാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അനിലെ, ഞാനിതിലൊന്നും എന്നോട് തർക്കിക്കുന്നു. ഞാൻ പറയുന്നത് ഇവർക്ക് അന്വേഷിക്കാനുള്ള ഫൈൻഡിങ്സ് ആ ജുഡീഷ്യൽ ബോഡിയിൽ ഉണ്ടായിട്ടും 7 മാസം ഇവർ അന്വേഷിച്ചില്ല. പിന്നെ ഷാജി രാഘവൻ പറയുന്നത് പിന്നെ ഇലക്ഷൻ കേന്ദ്രീകരിച്ച് ഇലക്ഷൻ കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല എന്നാണ്. അങ്ങനെ ചെയ്യില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഹേമന്ത് സോറനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്? ഹേമന്ത് സോറനെതിരെ കേസ് വന്നിട്ട് 2 വർഷമായല്ലോ. അയാൾ എന്തിനാണ് രണ്ട് ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തത്? അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്വേഷണ ഏജൻസികൾക്ക് പറയുന്നത് മാത്രം കേൾക്കാനല്ല. അല്ല, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലേ കുറച്ച് മുമ്പേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ? ഷാജഹാൻ പ്ലീസ്, ന്യായം കാണിക്കുന്നില്ല തോന്നിയതാണ്. അല്ല, നിങ്ങൾ പറഞ്ഞോന്നേ അത് കഴിഞ്ഞിട്ട്. ഓക്കെ പ്ലീസ്. അല്ലല്ല, ഞാൻ തീർന്നില്ല, ഞാൻ തീർത്തോളാം. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ ഉള്ള പ്രസംഗങ്ങൾ നിങ്ങൾ നടത്തിയോ? അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. അതും രാഷ്ട്രീയ പ്രേരിതമല്ല. ഹേമന്ത് സോറനെ പിന്നെ അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പ്രേരിതമല്ല. ശരി, സമ്മതിച്ചു, കുഴപ്പമില്ല. പക്ഷേ 7 മാസമായി എന്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിയില്ല എന്ന് ചോദിക്കുന്നത് അജണ്ട കൊണ്ടും അച്ചാരം വാങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മറുപടി എനിക്ക് പറയാനില്ല. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം ഒന്നും ഇനി നടത്താൻ പറ്റില്ല. കാരണം SFIയുടെ നിയമം അനുസരിച്ച് അവരൊരു അന്വേഷണം തുടങ്ങിയാൽ ആ അന്വേഷണം മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഞാൻ വായിച്ചു നോക്കി. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം ഒന്നും ഇനിയില്ല. കമ്പനി കാര്യം മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ടല്ലോ, 3 സമിതിയെ വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അനിലെ, ഞാൻ അനിലോട് പറയട്ടെ, എനിക്ക് സമയം തന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ SFIയുടെ അന്വേഷണത്തിൽ 211 212 വകുപ്പിൽ പറയുന്നത് അവരന്വേഷിക്കുകയാണെങ്കിൽ വേറെ എല്ലാ അന്വേഷണവും നൾ ആൻഡ് വോയിഡ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവരുടെ അന്വേഷണം മാത്രമേ ഉള്ളൂ. ആ അന്വേഷണം 8 മാസം കഴിഞ്ഞിട്ടേ പൂർത്തിയാവുള്ളൂ. ഞാൻ ചോദിച്ചത് ആ അന്വേഷണം എന്തുകൊണ്ട് മുമ്പ് തുടങ്ങിയില്ല എന്നാണ്. ആ അന്വേഷണം തുടങ്ങുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞ ഘടകം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ അന്വേഷണം എന്തുകൊണ്ട് നേരത്തെ നടത്തിയില്ല? എന്തുകൊണ്ട് ഷോണിപ്പം കോടതിയിൽ പോകേണ്ടി വന്നു? ഇത്രയും ഞാൻ ചോദിച്ചുള്ളൂ. ഈ ചോദിക്കുന്നതെല്ലാം ഒറ്റ സെൻറ്റൻസ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ. കാര്യകാരണ സഹിതവും വസ്തുനിഷ്ഠവുമായിട്ടാണ് ചോദിക്കുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനകത്ത് മാന്യമായ ഭാഷ നമുക്ക് ഉപയോഗിക്കാം. ഈ അച്ചാരം വാങ്ങൽ അജണ്ട ഉണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞു, അതിന് കുഴപ്പമില്ല. പക്ഷേ ഷാജി രാഘവൻ അച്ചാരം വാങ്ങിയിട്ടാണെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല, ഞാനത് പറയത്തുമില്ല. ഷാജി രാഘവൻ, നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ, അത് ED ആയിക്കോട്ടെ CBI ആയിക്കോട്ടെ, നമ്മുടെ രാജ്യത്ത് നിരവധി കഴിഞ്ഞ കുറെ കാലങ്ങളായി അഴിമതി നടത്തിയിട്ടുള്ള, ഭരണത്തിന്റെ മറവിൽ അഴിമതി നടത്തി വലിയ തോതിൽ കോടികൾ സമ്പാദിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണം നടക്കുമ്പോൾ അതിന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് തൊട്ട് ഇനി താഴെ CPM, അതേ മുന്നണിയിലെ ഘടകകക്ഷിയായ ശ്രീ പിണറായി വിജയനെതിരെ വരെ ഈ അന്വേഷണം രാജ്യത്ത് നടക്കുന്നുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ രാജ്യത്ത് പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വാദമുഖമുണ്ട്. ആ വാദമുഖം എന്താ? ഈ അന്വേഷണമൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷെ ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വന്നു നിന്ന് പറയുമ്പോൾ ആ പറയുന്നതിനാണ് രാഷ്ട്രീയമുള്ളത്. ഇദ്ദേഹം ശ്രീ ഷാജഹാൻ പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്.
അദ്ദേഹം ഓരോ ഡേറ്റ് ഓരോ തീയതിയും പല കാര്യങ്ങളും പറയുന്നതിനൊന്നും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചോദ്യം ഇതല്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയമാണ് പറയുന്നത്. അദ്ദേഹം കേരളത്തിൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ നിരവധി ആ അന്വേഷണങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ സ്വന്തം സന്തത സഹചാരികൾ ജയിലിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലായിരുന്നു. ഇന്നിപ്പോൾ ഈ കേസ് കൊണ്ടുവന്നത് ആരാ? ഷാജഹാന് ഒരു പൊതു താല്പര്യം കൊടുത്തിട്ട് വന്ന അന്വേഷണമൊന്നും അല്ലല്ലോ. ആണോ? ആദായ നികുതി ബോർഡാണ് ഇത് കണ്ടെത്തിയത്. ശ്രീ പിണറായി വിജയന്റെ മകൾ ഇത്ര കോടി രൂപ ഒരു പണിയും എടുക്കാതെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും മാസപ്പടിയായി മേടിച്ചു എന്ന് കണ്ടെത്തിയത് കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ്. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അസ്വസ്ഥതയുണ്ട് പലർക്കും. അതാണ് ഈ ചർച്ചയുടെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ ഈ രണ്ടു മുന്നണികളും വളരെ പരസ്പരം കഴിഞ്ഞ ഏറെക്കാലമായി രണ്ടു മുന്നണികളും എൻ്റെ അടുത്ത് വ്യക്തിപരമായി ആക്ഷേപിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഒരു ആക്ഷേപം നടത്തി. ഞാൻ ഇദ്ദേഹത്തെ ഞാനൊരു പാവപ്പെട്ട പൊതുപ്രവർത്തകനാണ്. താങ്കളെ ഞാൻ കണ്ടത് അച്യുതാനന്ദന്റെ കൂടാണ്. ഇന്ന് എന്തുകൊണ്ട് താങ്കൾ ഇവിടെ വന്നിരുന്ന് ജനം ചാനലിൽ വന്നിരുന്ന് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി പുതിയ നിലപാടുകൾ എടുക്കുന്നത് എന്താണെന്നുള്ളത് ജനത്തിനറിയാം. അതുകൊണ്ട് താങ്കൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ അനിൽ നമ്പ്യാർ പരിചയപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ഇനി പാവപ്പെട്ട പൊതുപ്രവർത്തകൻ, കേരളത്തിലെ ഒരു പാവപ്പെട്ട പ്രവർത്തകനായിട്ട് കണ്ടാൽ മതി. താങ്കൾ പേരൊക്കെ എടുത്ത് പറയുമ്പോൾ വളരെ കടുപ്പിച്ചൊക്കെ പറയുന്നുണ്ട്. താങ്കളുടെ ശൈലി, താങ്കളാണ് പറഞ്ഞത് അങ്ങനെ പാടില്ല എന്ന്. പക്ഷെ താങ്കൾ അത് ആവർത്തിച്ചത് കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. താങ്കൾ ആവർത്തിച്ചോളൂ. ഞാൻ സൂചിപ്പിച്ചത് താങ്കൾ ഒരു പൊതു ഹർജി കൊടുത്തുകൊണ്ടൊന്നും അല്ലല്ലോ ഈ വിഷയം പുറത്തു വന്നത്. ആണോ? ഇത് പുറത്ത് വിഷയം ഈ കൊണ്ടുവന്നത് ആദായ നികുതി ബോർഡാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയാണ് ഈ വിഷയം ഇതേപോലെ തന്നെ ശ്രീ ഷാജഹാൻ, ഞാൻ സംസാരിച്ചോട്ടെ. ഇതേപോലെ പ്രതിരോധം തീർക്കാൻ വേണ്ടി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്കൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. ഇന്ന് രാജ്യത്തും നമ്മുടെ കേരളത്തിലും ഈ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന മുന്നണികളുടെ ഒരു ഭാഗം നിന്നിട്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇവർക്ക് ഈ രണ്ടു മുന്നണികളിൽ ആരെങ്കിലും അല്ലാതെ വേറെ മൂന്നാമതൊരു മുന്നണിയെ സഹിക്കാൻ പറ്റില്ല ഷാജഹാനെ പോലുള്ളവർക്ക്. അതാണ് കേരളത്തിന്റെ തൃശ്ശൂരിനെ ചേർത്ത് നിങ്ങൾ മിണ്ടാൻ തുടങ്ങും. തൃശ്ശൂരിനെ നിങ്ങളുടെ അജണ്ട കേരളക്കാർക്ക് കേരളത്തിൽ BJP ഒരു സീറ്റിലും വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ടാണ് താങ്കൾ ഈ വിഷയത്തിൽ തൃശ്ശൂരിനെ ചേർത്ത് സംസാരിക്കുന്നത്. തൃശ്ശൂരിനെ താങ്കളുടെ അജണ്ട കേരളത്തിൽ ഞങ്ങൾക്കറിയാം. ഇന്ന് കേരളത്തിലും രാജ്യത്തിലും വലിയ ശക്തമായി ഈ മുന്നണി പോകുന്നു. പ്രതിപക്ഷം തകർന്ന് തരിപ്പണമാകുന്നു. ഇതിലൊക്കെ ഷാജഹാനും താങ്കൾ തൃശ്ശൂരിനെ ചേർത്ത് ഷാജഹാന്റെ അജണ്ട ശ്രീ അനിൽ നമ്പ്യാർ ഒന്നുകിൽ അദ്ദേഹത്തിന് സംസാരിക്കാം, അല്ല ഞാൻ സംസാരിക്കാം. സമയം ശ്രീ അനിൽ നമ്പ്യാർ. ഏറ്റവും കൂടുതൽ സമയം കൊടുത്തത് ഷാജഹാനാണ്. ഷാജി രാഘവൻ തുടരാം. താങ്കൾക്ക് ഷാജഹാൻ ഇടപെടില്ല, പ്ലീസ്. അല്ല, ഞാൻ സൂചിപ്പിച്ച ഇത്രയേ ഉള്ളൂ. കേരളത്തില് വലിയ തോതിൽ ദേശീയ ജനാധിപത്യ സഖ്യവും BJP ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ചിലരുടെ വിപ്രതിയാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇവരൊക്കെ ചില പ്രത്യേക അജണ്ടയുടെ പുറത്താണ് കേരളത്തിൽ നിന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പാർലമെന്റ് മണ്ഡലം തന്നെ എടുത്തു പറയുന്നു. ഈ കേരളത്തിലെ മുഴുവൻ മലയാളികളും കേൾക്കുന്ന ചാനലിൽ വന്നിരുന്ന് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറയുമ്പോൾ ഒരു സാമാന്യ രീതി, അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണല്ലോ, ഞാനൊരു പുതിയ ആളാണ്, പക്ഷെ അദ്ദേഹം ദീർഘകാലം ഉണ്ടല്ലോ, സാമാന്യ മര്യാദ വേണ്ടേ? ഈ തരത്തിലുള്ള അജണ്ടകൾ വെച്ച് നടത്തുന്നവരാണ് കേരളത്തിന്റെ ശാപം. രണ്ടു മുന്നണികൾ അഴിമതിയിൽ അധികാരത്തിൽ ഇരുന്ന് അഴിമതി കാട്ടിയ രണ്ടു മുന്നണികളെ തുറന്നു കാട്ടുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. തുറന്നു കാട്ടുക മാത്രമല്ല, അവർക്കെതിരെയുള്ള ലിറ്റിഗേഷൻ നടപടികൾക്ക്
എല്ലാ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടക്കുന്നത്. എത്ര അന്വേഷണം നടത്തി ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ആ കൃത്യത എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ BJP-യോ ദേശീയ ജനാധിപത്യ സഖ്യമോ കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത് ഇവിടെ കേരളത്തിൽ കോൺഗ്രസും CPM ആണ് അവിശുദ്ധ ബന്ധമുള്ളതെന്നുള്ളത്? ഇന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ CPM-ഉം ഈ ആരോപണം BJP-യുടെ മേൽ ഉന്നയിക്കുമ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരാണ് ഇവരൊക്കെ. ഇന്ന് രാജ്യത്ത് ഒരു മുന്നണിയായിട്ട് നിൽക്കുന്നു, കേരളത്തിൽ അവർ ഒരേപോലെ നിൽക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചില്ല, ഷാജഹാൻ മറുപടി പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ മാസപ്പടി വിഷയം വരുമ്പോൾ കേരളത്തിൽ ഒരു നിയമസഭയുണ്ടായിരുന്നു, ആ നിയമസഭ 3 ദിവസം ഉണ്ടായിട്ട് ആ നിയമസഭയിൽ ആ വിഷയം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാതെ ഒളിച്ചോടിയവരല്ലേ കേരളത്തിലെ UDF? അതിനെപ്പറ്റി സംസാരിക്കാൻ ഷാജഹാൻ തയ്യാറല്ല. അതൊക്കെ മറന്നുകൊണ്ട് അതെല്ലാം വിട്ടുകൊണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അദ്ദേഹം ജുഡീഷ്യറി എന്ന് പറഞ്ഞു, ആയിക്കോട്ടെ സാർ ആയിക്കോട്ടെ, എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പൊ ഏറ്റവും അവസാനം അന്വേഷണം വരെ വന്നു. ആ അന്വേഷണ ഏജൻസി അദ്ദേഹം സംശയിക്കുക ഇപ്പൊ. അപ്പൊ ഇദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിലൊരു അന്വേഷണം വന്നില്ലെങ്കിൽ BJP-യും കേന്ദ്ര ഗവൺമെന്റും ചെയ്യുന്നതൊക്കെ തെറ്റ്, അവർക്ക് എന്തൊക്കെ അജണ്ടയുണ്ട് എന്നൊക്കെ താങ്കളെ പോലുള്ളവർക്ക് ചാനലിൽ വന്നിരുന്ന് പറയാം. കാരണം സന്ധ്യാസമയത്ത് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് കൊണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് താങ്കൾ ചിന്തിക്കേണ്ട. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആരാണ് കേരളത്തിൽ അഴിമതി നടത്തിയിട്ടുള്ളതെന്നും അവരെവിടേക്കാണ് പോകുന്നതെന്നുള്ളതും ശ്രീ പിണറായി വിജയൻ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ എവിടെ എത്തുമെന്നുള്ളതും ഈ കേസിൽ അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെടുന്ന കേസിന്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ളതൊക്കെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അറിയാം. ഏറ്റവും അവസാനം ഈ അന്വേഷണം വരുമ്പോൾ എവിടെയായി ഉണ്ടായിട്ടുള്ളതിനകം 8 മാസം ഒരു അന്വേഷണത്തിന് 8 മാസം കൊടുത്തത് വലിയ അപരാധമായിട്ടാണ് ശ്രീ ഷാജഹാൻ ഇപ്പൊ പറയുന്നത്. 8 മാസം കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ 8 ദിവസം കൊണ്ട് അന്വേഷിക്കുന്നു. താങ്കൾ കേരളത്തിലെ എത്രയോ കാലമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. താങ്കൾ ശ്രീ അച്യുതാനന്ദന്റെ കൂടെ ഇരുന്ന സമയത്ത് ഈ തരത്തിൽ 8 മാസം കൊണ്ട് 8 ദിവസം കൊണ്ടൊക്കെ അന്വേഷണം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസിയൊക്കെ ആംബിൾ ടൈം കൊടുക്കും. ശ്രീ ഷാജഹാൻ, നിങ്ങൾ ഇതിനാണ് വാട്ട് അബൌട്ടറി എന്ന് പറയുന്നത്. ചോദ്യം ഉത്തരവും നിങ്ങൾ തന്നെ. 8 മാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ല അന്നെ താങ്കൾ തല പരിശോധിക്കണം. താങ്കൾ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. താങ്കളാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ജുഡീഷ്യൽ ഓർഡർ വന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് അന്വേഷണം പറയുന്നതിനെ പറ്റി താങ്കൾക്ക് ബോധ്യമില്ലെങ്കിൽ അതെന്റെ തെറ്റല്ല. താങ്കൾ ഈ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതാണ് എന്തിന് 8 മാസം കൊടുത്തു എന്നാണ് താങ്കൾ ചോദിച്ചത്. ആര് ചോദിച്ചു? ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറഞ്ഞത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നിട്ട് 8 മാസം കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? SFIO അല്ല, SFIക്ക് അന്വേഷണ സമയം കൊടുത്തിരിക്കുന്നത് താങ്കൾക്കറിയാം എത്രയാന്നുള്ളത്? 8 മാസമാണോ? ഞാൻ പറഞ്ഞത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വന്നിട്ട് 8 മാസമായിട്ട് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇലക്ഷന് 4 മാസമേ ഉള്ളൂ, അല്ലെങ്കിൽ 2-3 മാസമേ ഉള്ളൂ. അതിന് മുമ്പിൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ വിഷയം അതല്ല പറയുന്നത്. താങ്കളുടെ അജണ്ട എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. നിങ്ങൾ ഈ അജണ്ടയൊക്കെ നിർത്തി സഹായിക്കണം. കേരളത്തിൽ BJP-ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിനെ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകുന്നതിന് ഞാനല്ല ഉത്തരവാദി, നിങ്ങളാ ഉത്തരവാദി. BJP-ക്ക് മുന്നേറ്റം ഉണ്ടാകുന്നത് എന്റെ വായിൽ കൊണ്ടുവന്ന് വെക്കരുത്. ഞാനും ചോദിച്ചത് താങ്കൾ നേതൃത്വം കൊടുത്ത BJP ഇവിടെ ഒരു സീറ്റിലും ജയിക്കാത്തത് ഞാനെന്ത് രണ്ട് മുന്നണിയുടെ നേതാക്കളുടെ അഴിമതികള് നിങ്ങളുടെ ഗവൺമെന്റ് കേരളത്തിൽ ധാരാളം ഭരിച്ചില്ലേ? ഇത്രയല്ലേ നിങ്ങൾ CPM? ഞാനൊരു പാർട്ടിയിലും ഇല്ല, ഞാനൊരു പാർട്ടിയിലും ഇല്ല. നിങ്ങളാണ് BJP, ആവശ്യമില്ല. നിങ്ങളുടെ മുന്നണി നിങ്ങളൊരു പ്രധാന കീ പോസ്റ്റിൽ ഇരുന്ന ആളല്ലേ? നിങ്ങൾ അച്യുതാനന്ദന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ കീ പോസ്റ്റിൽ ഇരുന്ന ആളല്ലേ? നിങ്ങൾ അതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വാ. നിങ്ങളുടെ രാഷ്ട്രീയ കുടുംബക്കാരനാണ്, നിങ്ങൾ അതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് വാ. ഞാൻ മുഖ്യമന്ത്രിയുടെ കൂടെ അല്ല ഇരുന്നത്, അതുപോലും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കൂടെയാണ് ഇരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ ആളാന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ഇരുന്നാ? പ്ലീസ് പ്ലീസ് കഴിഞ്ഞെങ്കിൽ ഞാൻ തുടങ്ങാം. ഷാജി രാഘവൻ തീർന്നോ? ഓക്കെ. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അന്വേഷിക്കുമ്പോൾ അന്വേഷണങ്ങളൊന്നും ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്ന ആശങ്കയാണ് ശ്രീ ഷാജഹാൻ രേഖപ്പെടുത്തിയത്. താങ്കൾ കേന്ദ്ര സർക്കാരിനെ അറ്റാക്ക് ചെയ്യാനാണ് ഇത്രയും സമയം ചെലവഴിച്ചത്.
നമ്മുടെ പിണറായി വിജയൻ ഇപ്പോഴും ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം കൂളായി നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു വിമർശനം പോലും ഇതുവരെ ഷാജഹാൻ ഉന്നയിച്ചിട്ടില്ല. അല്ല മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാൾക്കെതിരെ ഒന്നും ഉന്നയിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അയാൾക്കെതിരെ ഇത്രയും തെളിവുണ്ടായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ആശങ്കയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ ഈ ഷാജി രാഘവൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് ഇനി സമയം ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും അങ്ങേർക്കും മറുപടിയില്ല. രണ്ട്, അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഈ കസേര വന്നിരിക്കുന്നത് എന്തോ കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ടാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? നിവൃത്തിയില്ല. ഒന്ന്. രണ്ട്, BJP കേരളത്തിൽ മുന്നേറാത്തതിനുള്ള ദേഷ്യം മുഴുവൻ ഈ ഷാജി രാഘവൻ എന്നോടാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. BJP വട്ടപൂജയായി പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, എനിക്കല്ല. അതുകൊണ്ട് BJP മുന്നോട്ട് കയറുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ കയ്യിൽ സീറ്റില്ല. പക്ഷേ ഞാൻ കോൺഗ്രസ് അല്ല, ഞാൻ UDF അല്ല, അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഷാജി രാഘവന് വേണ്ടി ഇനി ചെലവഴിക്കാൻ എൻ്റെ സമയമില്ല. ഇനിയുള്ള സമയം ഞാൻ പിണറായി വിജയന് വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പിണറായി വിജയന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. എനിക്കിനി കുറച്ച് സമയം ബാക്കിയുള്ളൂ. BJP മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ അത് BJP നേതൃത്വത്തോട് ചോദിക്കും. BJP ജയിച്ചിട്ടില്ലെങ്കിൽ അതവിടെ ചോദിക്കും, അതവിടെ നിൽക്കട്ടെ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ഷാജി രാഘവന് വേണ്ടിയിട്ട് ഇനി സമയമില്ല, അത് നമുക്ക് അടുത്ത ചർച്ചയിലാവാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനോട് അല്ല ഇരുന്നിട്ടുള്ളത്. ആ ബേസിക് വിവരമെങ്കിലും ഇനി അടുത്ത തവണ ചർച്ചയ്ക്ക് വരുമ്പോൾ ഓർത്തോണം. അടുത്ത തവണ ഞാൻ ചർച്ചയ്ക്ക് വരുമ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഓർത്തോണം. അതെങ്കിലും ഒന്ന് പഠിച്ചുകൊണ്ട് വരണം. എനിക്ക് അത്ര ഷാജി രാഘവനോട് പറയാനുള്ളൂ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ അന്വേഷണ ഏജൻസികളൊന്നും പായില്ല. പക്ഷേ പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. 998 മുതൽ പിണറായി വിജയൻ അറിയാം. ലാവ്ലിൻ കേസ് പോലെ പിണറായി വിജയൻ അറിയാം പിണറായി വിജയൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിണറായി വിജയൻ ആരാണ് ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ഷാജി രാഘവന് സമയമില്ല, ഞാൻ വഴങ്ങില്ല. എനിക്ക് പിണറായി വിജയനായിട്ടാണ് സംസാരിക്കാനുള്ളത്. ഷാജി രാഘവന് ചെലവഴിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. നിങ്ങൾക്ക് അസഹിഷ്ണു വേണ്ട, നിങ്ങൾ കയ്യിൽ മടക്കി കൂട്ടി കഷത്തി വെച്ചോളൂ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെതിരെ സംസാരിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പൊ ആർക്കാണ് അജണ്ട ഉള്ളത്? പിണറായി വിജയന്റെ അഴിമതിയെ കുറിച്ച് ഷാജഹാൻ സംസാരിക്കാൻ പോകുമ്പോൾ BJP-കാരനായിട്ടുള്ള ഷാജി രാഘവൻ അനുവദിക്കുന്നില്ലെങ്കിൽ അജണ്ടയുള്ളത് ആർക്കാണ്? ഞാൻ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടല്ല. നിങ്ങൾ മിണ്ടാതിരിക്കുക. ഞാൻ പിണറായി വിജയനെതിരായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അത് നിങ്ങളെന്താ അനുവദിക്കാത്ത? അപ്പൊ അജണ്ട നിങ്ങൾക്കാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ നിലനിർത്തുന്നത് ശതകോടീശ്വരന്മാരാണ് എന്നുള്ളത് നമുക്കല്ല. ഇയാൾക്ക് ഇതെന്താ സംഭവിച്ചത്? അല്ല, ഇതെന്തുവാ നിങ്ങൾ സംഭവിച്ചത്? നിങ്ങളുടെ അജണ്ടയാണ് ഇപ്പൊ തെളിയുന്നത്. പിണറായി വിജയനെതിരെ ഞാൻ സംസാരിക്കാൻ എന്തുകൊണ്ടാണ് BJP-കാരൻ അനുവദിക്കാത്തത്? BJP-കാരൻ നാവടക്ക്. ഞാൻ പിണറായി വിജയനെതിരാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പിണറായി വിജയന്റെ ആളാണോ? നിങ്ങൾ പിണറായി വിജയന്റെ ആളാണോ? BJP-യുടെ ആളാണോ? നിങ്ങൾ BJP-യുടെ ആളാണോ? പിണറായി വിജയന്റെ ആളാണ്. പിണറായി വിജയന്റെ ആളാണെങ്കിൽ നിങ്ങൾ നാവടക്ക്. പിണറായി വിജയന്റെ ആളാണെങ്കിൽ എന്തിനാണ് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ഷാജി രാഘവൻ കൊള്ളുന്നതിനാ? ഇത് എന്റെ കൂടമല്ലേ? ഞാൻ പിണറായി വിജയനെതിരെ കൊള്ളുന്നത്. നിങ്ങൾ വായടക്ക്, നിങ്ങൾ നാവടക്ക്. ഞാൻ പിണറായി വിജയനെതിരായിട്ടാ പറയുന്നത്. നിങ്ങൾ നാവടക്ക്, നിങ്ങൾ നാവടക്ക്. ഞാൻ പിണറായി വിജയനെതിരെ പറയുന്ന സമ്മതിക്കാത്ത നിങ്ങൾ പിണറായി വിജയന്റെ അച്ചാരം മേടിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? എന്നാ നിർത്ത്. അപ്പോ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇന്ന് ഞാൻ നിർത്തി പോവാ. തലയ്ക്ക് ഭ്രാന്താണോ ഇയാൾക്ക്? ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? സമനില പോയാണ്. ഒരു മിനിറ്റ്. ആ ഗവൺമെന്റ് ആ ഭരണത്തിന്റെ ഭാഗമായിട്ട് നിന്ന ശ്രീ ഷാജഹാൻ ഒരു അപേക്ഷയാണ്, അദ്ദേഹത്തിന് അനുവദിച്ച സമയമാണ്. പ്ലീസ്, താങ്കൾ സംസാരിച്ചു. അതേ പറയട്ടെ. ഷാജി രാഘവൻ പ്ലീസ്.
ആരെയെ സഹായിക്കാനാണ് അദ്ദേഹത്തിന് നിങ്ങളൊന്നും മൃത്യു സുഹൃത്തെ, ഷാജി നിങ്ങൾ ആദ്യം നിർത്തുന്നില്ല, ഞാൻ പറയട്ടെ. നിർത്തി പോയിക്കോളാം. നിങ്ങൾ 10 മിനിറ്റ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. വേണ്ട വേണ്ട പ്ലീസ് 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 കണ്ടിന്യൂ ചെയ്യാം. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ എനിക്കുള്ള സമയം മതി, മുഴുവൻ മതി, ബി ജെ പിക്കാരൻ അപഹരിക്കുക. പറയാനുള്ള- എന്തൊരു അസംബന്ധം അത്, എന്തൊരു അസംബന്ധം അത്. കാര്യം പറഞ്ഞു. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ഈ ബി ജെ പിക്കാരൻ സമ്മതിക്കുന്നില്ലെന്നെ. ഇല്ല ഇല്ല ഇല്ല, പറയട്ടെ പറയട്ടെ പറയട്ടെ. എന്നാ മിണ്ടാതിരിക്കും നിങ്ങൾ. ഞാൻ മറുപടി പറഞ്ഞു. എന്റെ സമയമാണ് സുഹൃത്തെ ഇത്. എന്റെ ഇത് ചോദ്യത്തിന് നിങ്ങളുടെ സമയമല്ല ഇത്. പറഞ്ഞോ പറഞ്ഞോ ഷാജാൻ പ്ലീസ് കണ്ടിന്യൂ. അതായത് പിണറായി വിജയന്റെ മകളെ കുറിച്ചുള്ള ചർച്ചകൾ, ഇല്ല പിണറായി വിജയന്റെ മകളെ കുറിച്ചുള്ള ചർച്ചകൾ നിയമസഭയിൽ വരുമ്പോഴെല്ലാം പിണറായി വിജയൻ പൊട്ടിത്തെറിക്കല്ലേ അല്ലേ ചെയ്തിട്ടുള്ളത്? പൊട്ടിത്തെറിക്കല്ലേ ചെയ്തിട്ടുള്ളത്? അയാൾ എന്താ യഥാർത്ഥത്തിൽ പറയേണ്ടത്? അയാളുടെ മകളെ കുറിച്ചുള്ള ചർച്ചകൾ നിയമസഭയിൽ വരുമ്പോൾ അയാൾ പറയേണ്ടതാണ്, എൻ്റെ മകൾ എൻ്റെ ഭാര്യയുടെ പെൻഷൻ തുകയും കൊണ്ട് ബാംഗ്ലൂരിൽ ബിസിനസ് നടത്താൻ പോയവരാണ്, അത് അവരുടെ കാര്യമാണ്, അവരനുഭവിക്കട്ടെ. നിയമത്തിന്റെ വഴിക്ക് ലോ ഷുഡ് ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നല്ലേ പിണറായി വിജയൻ പറയേണ്ടത്? ഇത് ജ്യോതി ബാസു, ചന്ദൻ ബാസുവിനെ കുറിച്ച് ആരോപണം വന്നപ്പോൾ ജ്യോതി ബാസു പറഞ്ഞെന്താ, എനിക്കൊന്നും ഉത്തരവാദിത്വം ഇല്ല, അതെൻ്റെ മകനാണ്, മകൻ്റെ കാര്യം മകൻ നോക്കിക്കോണം എന്നല്ലേ അയാൾ പറഞ്ഞത്. എന്നാൽ പിണറായി വിജയൻ ആദ്യ ദിവസം മുതൽ പിണറായി വിജയൻ മകളെ കുറിച്ച് എന്തെങ്കിലും വന്നാൽ പിണറായി വിജയൻ പൊള്ളും. മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ കോൺട്രാക്ടറെ കുറിച്ച്, പൊള്ളുന്നതിനെ കുറിച്ച്. അപ്പൊ പിണറായി വിജയന്റെ മകളെ കുറിച്ച് പറഞ്ഞാൽ പിണറായി വിജയൻ പൊള്ളും. കാരണം എന്താണ്? പിണറായി വിജയന്റെ മകൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്ന മുഴുവൻ പിണറായി വിജയൻ അച്ഛനായതുകൊണ്ടാണെന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് മകൾക്ക് കോടികൾ കിട്ടുന്നതെന്ന് പിണറായി വിജയൻ അറിയാം. പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ അമൃതാനന്ദമന്ത്രിയുടെ സ്ഥാപനത്തിൽ പ്രവേശന പരീക്ഷ എഴുതാതെ അഡ്മിഷൻ കിട്ടിയത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ RP ഇൻഫോടെക്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അവർ ജോലി ചെയ്തത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ഓവർ ഡ്രാഫ്റ്റ് കിട്ടിയത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ എംപവർ ഇന്ത്യയിൽ നിന്ന് ലക്ഷങ്ങൾ അവർക്ക് കിട്ടിയത്? പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ സാന്റാമോണിക്കയിൽ നിന്ന് അവർക്ക് പണം കിട്ടിയത്? അപ്പൊ അതുകൊണ്ട് അവര് പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ശതകോടീശ്വരന്മാര് കോടികളുടെ പണം കൊടുക്കുന്നത്. അത് പിണറായി വിജയൻ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ മകളെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത്. അതാണ് ഇന്ന് കണ്ടത്. അതാണ് ഇന്ന് അടിയന്തര പ്രമേയം വന്നപ്പോൾ പിണറായി വിജയൻ വാലും ചുരുട്ടി ഓടിയത്. അല്ലാതെ അന്വേഷണ സംഘങ്ങളെ പിടിച്ച് ജയിലിൽ വിടുന്നൊന്നുമല്ല. അയാൾക്കറിയാം ഇത് മുഴുവൻ പുറത്ത് ചെളി പോലെ മലം പോലെ പുറത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അയാൾക്കറിയാം. അയാൾ എവിടെ നിന്നൊക്കെയാണ് പൈസ മേടിച്ചിട്ടുള്ളതെന്ന് അയാൾക്കറിയാം. ഇപ്പൊ CMRൽ നിന്ന് പൈസ മേടിച്ച് സംബന്ധിച്ച് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയോ തെറ്റൊന്നും അവിടെ ഇരിക്കാം, പാർട്ടിക്ക് വേണ്ടിയാണ് അതെന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ റെസീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിണറായി വിജയൻ വന്നിട്ട് പറഞ്ഞെന്താ, PV ഞാനല്ലെന്ന്. ആലോചിച്ച് നോക്ക്. അയാൾ മേടിച്ച പൈസയുടെ കണക്ക് സംബന്ധിച്ച് ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എവിടുന്നാണ് മേടിച്ചെന്നുള്ളത്, എത്ര മേടിച്ചെന്നുള്ളത്, എത്ര തൻ്റെ മകൾ. ഞാൻ ഇവിടെ സ്വപ്ന സുരേഷ് എന്താ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത്? സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയന്റെ മകളാണ് മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിഫ് ഹൗസിൽ കൂടുന്ന യോഗങ്ങളിൽ മുഖ്യമന്ത്രി, മകൾ, ഭാര്യ കമല വിജയൻ, സ്വപ്ന സുരേഷ്, ശിവശങ്കരൻ, CM രവീന്ദ്രൻ ഇവരെല്ലാം കൂടെ ഉള്ള യോഗത്തിൽ അഴിമതി പണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ആ വിത്ത് പാകുന്നത് വീണ വിജയനാണെന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷാണ്. അവരാണ് പറയേണ്ടത് ഇന്ന മേഖലകളിൽ നമുക്ക് പണം ഉണ്ടാക്കണമെന്ന്. ആ ഉണ്ടാക്കണം എന്ന് പറയുന്ന വിവരം പ്രോജക്റ്റായി എഴുതി ഡെവലപ്പ് ചെയ്യുന്നത് ശിവശങ്കരനാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാസ്റ്റർ ബ്രെയിൻ അവരാണ്. അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയനും അയാളുടെ കൂടെയുള്ള പ്രകൃതികളുമാണ്. അത് പിണറായി വിജയൻ നല്ലപോലെ അറിയാം. ആകെ നാണം കെട്ട് വാലും ചുരുട്ടി അയാൾ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. അതാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത്. പക്ഷേ അയാൾ ശിക്ഷിക്കപ്പെടാത്തതിലുള്ള ആശങ്കയാണ് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ പ്രകടിപ്പിക്കുന്നത്. അത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അത് ആർക്കും പണയം വെച്ചതല്ല എൻ്റെ പ്രത്യയശാസ്ത്രം, എൻ്റെ രാഷ്ട്രീയം. കോൺഗ്രസ്സുകാരെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നെ കൊണ്ട് പറ്റുന്നിടത്തെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയേറെ തെളിവുകൾ പിണറായി വിജയനെതിരെ ഉണ്ടായിട്ടും പിണറായി വിജയനോട് 10 ചോദ്യം ചോദിക്കാൻ പോലും അന്വേഷണ ഏജൻസികൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കള്ളത്തരം കാണിച്ച പിണറായി വിജയൻ രക്ഷപ്പെടുന്നതിനുള്ള ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്.
ആ ആശങ്ക ഞാൻ പ്രകടിപ്പിക്കുന്നത് എൻ്റെ മനസ്സിനെ അടിത്തട്ടിന്ന് വരുന്നതാണ്, അല്ലാതെ എന്തെങ്കിലും പാർട്ടിയുടെ തീരുമാനമല്ല, കോൺഗ്രസിൻ്റെ തീരുമാനമല്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഒരു ഉളുപ്പും ലജ്ജയുമില്ലാത്ത ഒരു നട്ടലില്ലാത്ത പാർട്ടിയാണെന്ന് നട്ടലോടുകൂടി പറയുന്ന ഒരാളാണ് ഞാൻ, ഷാജി രാഘവ. ഷാജി രാഘവൻ എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലെ ഇന്നലത്തെ വീഡിയോ വരെ എടുത്തു നോക്കിയാൽ അത് അതിനിശിതമായി കോൺഗ്രസിനെ വിമർശിക്കുന്ന വീഡിയോയാണ്. VD സതീശനെതിരെ ഒരു ഡസൻ വീഡിയോ എങ്കിലും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കാരണം എൻ്റെ നട്ടല് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കും കൊണ്ടുപോയി പണയം വെച്ച് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് BJPയോട് എനിക്ക് വിമർശനമുണ്ടെങ്കിൽ ആ വിമർശനം ഉണ്ടാകുന്നതിൻ്റെ കാരണം പിണറായി വിജയൻ ഇത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടും പിണറായി വിജയനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുവോ, നിങ്ങൾ ജയിലിലടയ്ക്കുവോ, നിങ്ങൾ ചോദ്യം ചെയ്യുവോ ഒന്നും വേണ്ട. നിങ്ങളൊരു 10 ചോദ്യമെങ്കിലും പിണറായി വിജയൻ എഴുതി കൊടുക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയാത്തത് എന്നുള്ള എൻ്റെ ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒത്തുതീർപ്പാണെന്ന് ഞാൻ പറയുന്നത്. അപ്പം അതിന് മറുപടിയായിട്ട് അച്ചാരവും അജണ്ടയും ഒന്നുമല്ല പറയേണ്ടത്. ഞാൻ ചോദിക്കുന്ന ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കുള്ള മറുപടി, ലാവ്ലിൻ കേസ് 6 വർഷമായിട്ട് എടുക്കാത്തതിനുള്ള മറുപടി, ലാവ്ലിൻ കേസ് 39 പ്രാവശ്യം മാറ്റിവെച്ചിട്ടുള്ള മറുപടി, ഇത്തരം മറുപടികളാണ് ഷാജി രാഘവൻ എന്ന് പറയുന്ന BJPയുടെ നേതാവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും എനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയനെതിരെ സംസാരിക്കാൻ പോലും ഈ ഷാജി രാഘവൻ എന്നെ അനുവദിച്ചില്ല എന്നുള്ള ദുഃഖത്തോടു കൂടി ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരം വിവാദങ്ങൾ, ഇത്തരം കോൺട്രവേഴ്സികൾ ഉണ്ടാവുമ്പോൾ അച്ഛൻ സിനിമ കാണും എന്നാണ് മരുമകൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. പിണറായി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളാലെ ചിരിക്കുമെന്നാണ്. പക്ഷേ എത്ര കാലം അദ്ദേഹത്തിന് ഇങ്ങനെ ഉള്ളിൽ ചിരിക്കാൻ സാധിക്കും എന്ന് തീരുമാനിക്കേണ്ടത് SFIO ആണ്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർ.